ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ദിവസം നമ്മൾ എവല്യൂഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ എവല്യൂഷനിൽ നമ്മൾ വാട്ട് ഈസ് എവല്യൂഷൻ എന്ന് നമ്മൾ കണ്ടു. പിന്നീട് കണ്ടത് എവല്യൂഷൻ്റെ തിയറീസ് ഓഫ് ഓർഗാനിക് എവല്യൂഷൻ, എങ്ങനെ എർത്ത് ഉണ്ടായി, ആദ്യത്തെ എർത്ത് എങ്ങനെയായിരുന്നു, ഭൂമിയിൽ ജീവൻ എവിടെ ഉണ്ടായിട്ട് എത്ര വർഷമായി തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെയായിരുന്നു. അപ്പോൾ ഇനി ഭൂമിയിൽ ജീവൻ ഉണ്ടായത് ബയോകെമിക്കൽ എവല്യൂഷൻ ഓഫ് ലൈഫ് കൊണ്ടാണെന്ന് ഒപ്പാരൻ ആൻഡ് ഹാൾഡെയിൻ എന്ന് പറഞ്ഞ രണ്ട് സയൻറ്റിസ്റ്റ് പറഞ്ഞു. ബയോകെമിക്കൽ ഒറിജിൻ ഓഫ് ലൈഫ് അതാണ്. അപ്പോൾ അതിന് എവിഡൻസുകൾ വേണം. ആ എവിഡൻസിനാണ് നമ്മൾ അന്വേഷിക്കുന്നത്. അതിൽ കിട്ടിയിരിക്കുന്ന ഫസ്റ്റ് എവിഡൻസ് പാലിയൻറ്റോളജിക്കൽ എവിഡൻസസ് ആണ്. എന്താ പാലിയൻറ്റോളജി എന്ന് പറഞ്ഞാൽ ഫോസിലുകളിലൂടെയുള്ള പഠനം. എന്താ ഫോസിൽ എന്ന് പറഞ്ഞാൽ മുമ്പ് കാലത്ത് ജീവിച്ചിരുന്ന ജീവജാലങ്ങളുടെ നിർജ്ജീവങ്ങളായിട്ടുള്ള അവശിഷ്ടങ്ങളാണ് ഫോസിൽ എന്ന് പഠിച്ചിട്ടുണ്ട്. ഡെഡ് റിമൈൻസ് ഓഫ് ദ പാസ്റ്റ് ഓർഗാനിസംസ്. ഈ ഫോസിലുകളിലൂടെ നമുക്ക് എന്തൊക്കെയാണ് മനസ്സിലാക്കാൻ പറ്റുക? ഒന്നിതാ നോക്കൂ. ടു സ്റ്റഡി ഫൈലോജനി. എന്താ ഫൈലോജനി എന്ന് പറഞ്ഞാൽ എവല്യൂഷണറി ഹിസ്റ്ററി ഓഫ് അല്ലെങ്കിൽ റേസ് ഹിസ്റ്ററി. ഏതെങ്കിലും ജീവിയുടെ ചരിത്ര പശ്ചാത്തലങ്ങൾ നമുക്ക് മനസ്സിലാക്കും. ഇപ്പം മനുഷ്യൻ്റെ എവല്യൂഷൻ പഠിക്കുക, കുതിരയുടെ എവല്യൂഷൻ പഠിക്കുക, ഇപ്പോൾ ഹോഴ്സിൻ്റെ എവല്യൂഷൻ പഠിക്കുക, മനുഷ്യൻ്റെ എവല്യൂഷൻ പഠിക്കുക. ഇതൊക്കെ പഠിക്കുന്നതിനാണ് നമ്മൾ ഫൈലോജനി എന്ന് വിളിക്കുക. ടേം ഈസ് ഇമ്പോർട്ടൻറ്റ്. എവല്യൂഷണറി ഹിസ്റ്ററി പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പാലിയൻറ്റോളജി സഹായിക്കുന്നു. ടു സ്റ്റഡി ദ കണക്റ്റിംഗ് ലിങ്ക് ബിറ്റ്വീൻ ടു ഗ്രൂപ്പ്സ് ഓഫ് ഓർഗാനിസംസ്. ഫോർ എക്സാമ്പിൾ ആർക്കിയോപ്റ്ററിക്സ്. നമുക്കിപ്പം ആംഫീബിയയിൽ നിന്നാണ് നമുക്ക് റെപ്റ്റൈൽസ് ഉണ്ടായെന്ന് പറയുന്നു. റെപ്റ്റൈൽസ് നിന്നാണ് ബേഡ്സ് ഉണ്ടായെന്ന് പറയുന്നു. അപ്പോൾ റെപ്റ്റൈൽസ് ഒരു ഗ്രൂപ്പ്, ബേഡ്സ് ഒരു ഗ്രൂപ്പ്. ഇതെങ്ങനെയാണ്? ഇപ്പോൾ റെപ്റ്റൈൽസിൻ്റെയും ബേഡ്സിൻ്റെയും ഫോസിൽ നോക്കുമ്പോൾ അവയ്ക്ക് തമ്മിൽ ചില സാദൃശ്യങ്ങൾ കാണുമ്പോൾ നമ്മൾ പറയും റെപ്റ്റൈൽസ് ആണ് ബേഡ്സ് ഉണ്ടായെന്ന് പറയും. അപ്പോൾ റെപ്റ്റൈൽസിൽ നിന്നും ബേഡ്സ് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് റെപ്റ്റൈൽസിനെയും ബേഡ്സിനെയും കണക്ട് ചെയ്യുന്ന ഒരു ലിങ്ക് ഉണ്ട് എവിടെയോ. ഫോർ എക്സാമ്പിൾ ആർക്കിയോപ്റ്ററിക്സ് എന്ന് പറയുന്ന ഒരു ഫോസിൽ, ആ ഫോസിൽ കുറച്ച് പാർട്ട് റെപ്റ്റൈൽസിനെ പോലെ ഇരിക്കും, കുറച്ച് പാർട്ട് ബേഡ്സിനെ പോലെ ഇരിക്കും. അത്തരം എക്സാമ്പിളുകളെയാണ് നമ്മൾ കണക്റ്റിംഗ് ലിങ്ക് എന്ന് വിളിക്കുന്നത്. ടു സ്റ്റഡി അബൌട്ട് ദ എക്സ്റ്റിങ്ക്റ്റ് അനിമൽസ്, ഫോർ എക്സാമ്പിൾ ഡൈനോസേഴ്സ്. ഇപ്പോൾ ഫോസിലുകളിലൂടെ നമ്മൾ ഡൈനോസേഴ്സ് ജീവിച്ചിരുന്നതായിട്ട് നമ്മൾ ആർക്കും നേരിട്ട് കണ്ടില്ല. പക്ഷേ ഫോസിലുകളിലൂടെയാണ് നമ്മൾ ഡൈനോസേഴ്സ് ജീവിച്ചിരുന്നു എന്നും അവയുടെ വലിപ്പത്തെക്കുറിച്ചും ആഹാര സമ്പ്രദായത്തെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഈവൻ സിനിമ പോലും ഉണ്ടായിട്ടുള്ളത്. ഓക്കെ. ടു സ്റ്റഡി അബൌട്ട് ജിയോളജിക്കൽ പീരിയഡ്. ഭൂമിയിൽ പല കാലഘട്ടങ്ങളിലും പല രീതിയായിരുന്നു. ഒരു കാലത്ത് ഭൂമി ചുട്ടുപൊള്ളുന്ന സാധനമായിരുന്നു. പിൽക്കാലത്ത് ഭൂമിയിൽ ജീവജാലങ്ങളില്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പിൽക്കാലത്ത് വളരെ മൈക്രോ ഓർഗാനിസം മാത്രമുള്ള കാലഘട്ടം ഉണ്ടായിരുന്നു. ഓരോ സമയത്ത് ഭൂമിയിലെ കാലാവസ്ഥയും രീതികളും റോക്സും മണ്ണും ക്ലൈമറ്റും ഒക്കെ ഡിഫറൻ്റ് ആയിരുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ജിയോളജിക്കൽ സ്റ്റഡിയിലൂടെയാണ്. അപ്പോൾ ജിയോളജിക്കൽ പീരിയഡിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഫോസിൽ പഠനം നമ്മളെ സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. ഇനി രണ്ടാമത്തെ എവിഡൻസ് നമുക്ക് കിട്ടുന്നത് മോർഫോളജിക്കൽ അനാറ്റമിക്കൽ എവിഡൻസ് ആണ്. എന്താ മോർഫോളജി എന്ന് പറഞ്ഞാൽ ബാഹ്യമായിട്ടുള്ള ഘടനയെക്കുറിച്ചുള്ള പഠനം. എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് ഓഫ് എൻ ഓർഗാനിസം. അനാറ്റമി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഇൻറ്റേർണൽ ഫീച്ചേഴ്സ് ഓഫ് എൻ ഓർഗാനിസം. അപ്പോൾ കമ്പാരിറ്റീവ് അനാറ്റമിയിലൂടെയും മോർഫോളജിയിലൂടെയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുമെന്നാണ് നൽകുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് രണ്ട് കാര്യങ്ങൾ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ പഠിക്കേണ്ടത്. അങ്ങനെയുള്ള രണ്ട് ഓർഗൻസ്, ഹോമലോഗസ് ഓർഗൻസ്, അതിൻ്റെ ഹോമലോഗി, അല്ലെങ്കിൽ അനലോഗസ് ഓർഗൻസ് അല്ലെങ്കിൽ അനലോഗി എന്താണെന്ന് നമുക്ക് പഠിക്കേണ്ടിയിരിക്കുന്നു. ദിസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ. ഹോമലോഗസ് ഓർഗൻസ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഹോമലോഗസ് ഓർഗൻസ് മീൻസ് ദ ഓർഗാനിസംസ് ഹാവിങ് ഫണ്ടമെൻ്റൽ സിമിലാരിറ്റി ഇൻ സ്ട്രക്ചർ ആൻഡ് ഒറിജിൻ. സ്ട്രക്ചറിലും അവയുടെ ഒറിജിനിലും ഒരുപോലെ ഉണ്ടാവും, ബട്ട് ഡിഫറെൻ്റ് ഇൻ ഫങ്ഷൻ. ദിസ് ഫിനോമിന ഈസ് കോൾഡ് ഹോമലോഗി. എക്സാമ്പിൾസ് ഇപ്പോൾ നമുക്കിവിടെ ഇത് മനുഷ്യൻ്റെ കൈ, ഇത് മറ്റൊരു അനിമൽസിൻ്റെ പൂച്ചയുടെയോ മറ്റോ മുൻകാല്, ഇത് എന്താണ് പക്ഷിയുടെ ചിറകായിട്ട് നമുക്ക് കണക്കാക്കാം, ഇത് വെയിൽസിൻ്റെ ഫ്ലിപ്പേഴ്സായിട്ട് നമുക്ക് കണക്കാക്കാം. ഇതെല്ലാം ഡിഫറെൻ്റ് ഓർഗാനിസത്തിൻ്റെ കൈകളുടെ അനാറ്റമിയാണ്. ഓക്കെ. ഈ അനാറ്റമി നമുക്ക് സിമിലറാണ്. ഇവരുടെ അനാറ്റമി വളരെയധികം സിമിലാരിറ്റി കാണിക്കുന്നത്. പക്ഷേ ഇവയുടെ മോർഫോളജി അല്ലെങ്കിൽ ഇവയുടെ ഫങ്ഷൻ ഡിഫറെൻ്റ് ആണ്. ഇത്തരം ഓർഗൻസിനെ നമ്മൾ ഹോമലോഗസ് ഓർഗൻസ് പറയുന്നത്. ഹ്യൂമൻ, വെയിൽസ്, ഫ്ലിപ്പേഴ്സ്, ബാറ്റ്സ്, വിങ്സ്, ചീറ്റാസ്, ഫുട്ട്. ഇവയുടെ ചീറ്റ മീൻസ് നിങ്ങൾക്കറിയാം അനിമൽസ്, ചീറ്റ എന്ന് പറയുന്ന അനിമൽസ്. ദീസ് ഫോർ ലിംസ് ഹാവ് ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ബട്ട് സിമിലർ ഇൻ അനാറ്റമിക്കൽ സ്ട്രക്ചർ സച്ച് ആസ് ബോൺസ്, ഹ്യൂമറസ്, റേഡിയസ്, അൾന, കാർപ്പൽസ്, മെറ്റാകാർപ്പൽസ്, ഇവ എല്ലാത്തിനും ഉണ്ട്. ഹോമലോഗി ഈസ് സീൻ ഇൻ ഹാർട്ട് ആൻഡ് ബ്രെയിൻസ് എക്സെട്ര. ഹോമലോഗി ഇതുപോലെ നമ്മുടെ ഈ കൈകാലുകൾക്ക് മാത്രമല്ല, ഹാർട്ടും ബ്രെയിനും തമ്മിൽ നമുക്ക് സിമിലാരിറ്റി കാണാൻ വേണ്ടി പറ്റും. അറകളുടെ കേസിൽ നമുക്ക് സിമിലാരിറ്റി കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതൊക്കെ ഹോമലോഗസ് ഓർഗൻസ് ആണ്. പ്ലാന്റ്സിൻ്റെ കേസിലും ഹോമലോഗസ് ഓർഗൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ബോഗൺവില്ലയിലും കുക്കുർബിറ്റയിലും അവയുടെ തോൺസ് ആൻഡ് ടെൻഡ്രിൽസിന് സിമിലർ സ്ട്രക്ചറാണ്. ഫങ്ഷൻ ഡിഫറെൻ്റ് ആണെങ്കിൽ പോലും ബോഗൺവില്ലയിലും കുക്കുർബിറ്റ.
അപ്പോൾ അത് പ്ലാന്റ്സിൽ കാണുന്ന എക്സാമ്പിൾസ് ആണ് ഹോമലോഗസ് ഓർഗൻസ്. ഓക്കെ, ഒറിജിൻ ഓഫ് ഹോമലോഗസ് ഓർഗൻസ് ഡ്യൂ ടു ദ ഡൈവർജന്റ് എവല്യൂഷൻ, അത് പഠിക്കണം. ഒറിജിൻ ഓഫ് ഹോമലോഗസ് ഓർഗൻസ് വരാൻ കാരണം എന്താണ്? ഡ്യൂ ടു ഡൈവർജന്റ് എവല്യൂഷൻ. ദ ഡൈവർജന്റ് എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ അതും പഠിക്കണം. ഇറ്റ് ഈസ് ദി എവല്യൂഷൻ ബൈ വിച്ച് റിലേറ്റഡ് സ്പീഷീസ് ബിക്കം ലെസ് സിമിലർ ടു സർവൈവ് ആൻഡ് അഡാപ്റ്റ് ടു ഡിഫറെൻറ്റ് എൻവയോൺമെൻറ്റൽ കണ്ടീഷൻ. ഒരേ അമ്മയിൽ നിന്നും ഉണ്ടായിട്ടുള്ള ജീവജാലങ്ങൾ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വളർന്നപ്പോൾ അവർക്ക് വ്യത്യാസങ്ങളുണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? നിലനിൽക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഒരേ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഒരേ സ്ഥലത്ത് വസിക്കണം എന്ന് നിർബന്ധം പിടിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് എവല്യൂഷൻ ഒരേ ആളിൽ നിന്നാണെങ്കിൽ പോലും അവ വ്യത്യസ്ത ജീവജാലങ്ങൾ വ്യത്യസ്ത എൻവയോൺമെൻറ്റിൽ ജീവിച്ചുകൊണ്ട് അവയുടെ സ്ട്രക്ചറിൽ വ്യത്യാസം വന്നു. അതാണ് ഡൈവേർജൻ്റ് എവല്യൂഷൻ. ഇറ്റ് ഇസ് എവല്യൂഷൻ ബൈ വിച്ച് റിലേറ്റഡ് സ്പീഷീസ് ബിക്കം ലെസ് സിമിലർ to survive and adapt in different environmental conditions. മറ്റൊരു സാധനമാണ് അനലോഗസ് ഓർഗൻസ്. അനലോഗസ് ഓർഗൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഓർഗൻസ് ഹാവിങ് സിമിലർ ഫങ്ഷൻ ബട്ട് ഡിഫറെൻറ്റ് സ്ട്രക്ചർ ആൻഡ് ഒറിജിൻ. ദിസ് ഫിനോമിന ഈസ് കോൾഡ് അനലോഗി. അവിടെ നേരെ തിരിച്ചാണ്. ഫങ്ഷൻ സിമിലർ ആണ്, സ്ട്രക്ചർ ഡിഫറെൻ്റ് ആണ്. ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് അനലോഗി. ഓക്കെ, നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. ബട്ടർഫ്ലൈൻ്റെയും പിന്നെ ബാറ്റിൻ്റെയും വിങ്സ് രണ്ടിൻ്റെ ഫങ്ഷൻ ഒന്നാണ്, പക്ഷേ സ്ട്രക്ചർ എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. റൈറ്റ്. വിങ്സ് ഓഫ് ഇൻസെക്ട്സ് ഫോംഡ് ഓഫ് തിൻ ഫ്ലാപ്സ് ഓഫ് കൈറ്റിൻ ആൻഡ് വിങ്സ് ഓഫ് ബേർഡ്സ് മോഡിഫൈഡ് ഫോർ ലിംസ് എക്സെട്ര. മറ്റ് എക്സാമ്പിൾസ്: ഐസ് ഓഫ് ഒക്ടോപ്പസ് ആൻഡ് മാമൽസ്. ഓക്കെ, റെറ്റിന ഫ്രം സ്കിൻ. പിന്നെ ഒക്ടോപ്പസിൽ റെറ്റിന ഫ്രം സ്കിൻസ്, മാമൽസിൽ റെറ്റിന ഫ്രം എംബ്രിയോണിക് ബ്രെയിൻ. ഓക്കെ, അപ്പോൾ ഐസ് ഓഫ് ഒക്ടോപ്പസും ഐസ് ഓഫ് മാമൽസും അനലോഗസ് ഓർഗൻസ് ആണെന്ന് പ്രത്യേകം ഓർത്ത് വെച്ചോണം. ഫ്ലിപ്പേഴ്സ് ഓഫ് പെൻഗിൻ ആൻഡ് ഡോൾഫിൻ, അത് മറ്റൊരു എക്സാമ്പിളാണ്, അനലോഗസ് ഓർഗൻസ് ആണ്. സ്വീറ്റ് പൊട്ടറ്റോ ആൻഡ് പൊട്ടറ്റോ മറ്റൊരു അനലോഗസ് ഓർഗൻസാണ് ഫ്രം പ്ലാന്റ് സൈഡ്. ട്രക്കി ഓഫ് ഇൻസെക്ട്സ് ആൻഡ് ലങ്സ് ഓഫ് വെർട്ടിബ്രേറ്റ്സ്. ട്രക്കി ഓഫ് ഇൻസെക്ട്സ് ആൻഡ് ലങ്സ് ഓഫ് വെർട്ടിബ്രേറ്റ് മറ്റൊരു അനലോഗസ് ഓർഗൻസ് ആണ്. ഒറിജിൻ ഓഫ് അനലോഗസ് ഓർഗൻസ് ഡ്യൂ ടു ഡൈവർജന്റ് എവല്യൂഷൻ. അപ്പോൾ നേരത്തെ നമ്മൾ പഠിച്ചു കൺവെർജന്റ് എവല്യൂഷൻ. നേരത്തെ നമ്മൾ പഠിച്ചു ഹോമലോഗസ് ഓർഗൻസ്, ഡൈവർജന്റ് എവല്യൂഷൻ. ഇത് പെയർ ചെയ്യാൻ പഠിക്കണം. ഹോമലോഗസ് ഓർഗൻസ്, ഡൈവർജന്റ് എവല്യൂഷൻ. പക്ഷേ ഇവിടെയാണെങ്കിലോ അനലോഗസ് ഓർഗൻസ്, കൺവെർജന്റ് എവല്യൂഷൻ. കൺവെർജന്റ് എവല്യൂഷൻ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഇറ്റ് ഈസ് എവല്യൂഷൻ by which unrelated species become more similar to survive and adapt in similar environmental condition. അൺറിലേറ്റഡ് ആയിട്ടുള്ള സ്പീഷീസ് അവർ സിമിലർ ആവുന്നു എങ്ങനെ? ഒരേ എൻവയോൺമെൻറ്റിൽ താമസിക്കുന്ന സമയത്ത്. ഓക്കെ, സോ ദാറ്റ് ഇസ് എൻ എക്സാമ്പിൾ. നന്നായിട്ട് അത് വായിച്ച് പഠിച്ചോളാം. Organisms show similar in proteins, genes and other biomolecules and metabolism. ഇതാണ് ഏതിൽ നിന്ന് കിട്ടുന്ന എവിഡൻസ്? ബയോകെമിക്കൽ എവിഡൻസസ്. ഇറ്റ് ഇൻഡിക്കേറ്റ് കോമൺ ആൻസിസ്ട്രി. നമ്മുടെ പ്രോട്ടീൻസും ജീൻസൊക്കെ ഒരുപാട് സിമിലർ ആവുന്നു. ബയോജിയോഗ്രാഫിക്കൽ എവിഡൻസസ്. ബയോജിയോഗ്രാഫിക്കൽ എവിഡൻസസ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ബയോജിയോഗ്രഫി, വ്യത്യസ്ത ഭൂമി ശാസ്ത്രത്തിൽ അല്ലെങ്കിൽ ജിയോഗ്രഫിയിൽ കാണുന്ന ജീവജാലങ്ങളുടെ സിമിലാരിറ്റി അല്ലെങ്കിൽ വ്യത്യാസം തുടങ്ങിയതാണ് ബയോജിയോഗ്രഫിക്കൽ എവിഡൻസസ് എന്ന് പറയുന്നത്. നല്ല എക്സാമ്പിൾ അഡാപ്റ്റീവ് റേഡിയേഷൻ എന്ന് പറയുന്നതാണ്. ബയോജിയോഗ്രാഫിക്കൽ എവിഡൻസ് നല്ല എക്സാമ്പിൾ അഡാപ്റ്റീവ് റേഡിയേഷൻ. ഇത് അഡാപ്റ്റീവ് റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ എവല്യൂഷൻ ബൈ അഡാപ്റ്റേഷൻ ഈസ് ദി എവല്യൂഷൻ ഓഫ് ഡിഫറെൻറ്റ് സ്പീഷീസ് ഇൻ എ ജിയോഗ്രഫിക്കൽ ഏരിയ സ്റ്റാർട്ടിങ് ഫ്രം എ പോയിന്റ്. അഡാപ്റ്റീവ് റേഡിയേഷൻ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് ഓർഗാനിസംസ് ഡൈവേർജ് ചെയ്ത് പോകുന്നു. ഏറ്റവും നല്ല എക്സാമ്പിൾ ഡാർവിൻ്റെ ഫിഞ്ചസ് ആണ്. അഡാപ്റ്റീവ് റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ എവല്യൂഷൻ ബൈ അഡാപ്റ്റേഷൻ ഈസ് ദി എവല്യൂഷൻ ഓഫ് ഡിഫറെൻറ്റ് സ്പീഷീസ് ഇൻ എ ജിയോഗ്രഫിക്കൽ ഏരിയ സ്റ്റാർട്ടിങ് ഫ്രം എ പോയിന്റ്. ഫോർ എക്സാമ്പിൾ ഡാർവിൻസ് ഫിഞ്ചസ് ഇൻ ഗാലപ്പാഗോസ് ഐലൻഡ്. നിങ്ങൾ നോക്കൂ, ഡാർവിൻ്റെ ഗാലപ്പാഗോസ് എന്ന് പറയുന്നത് 14ഓളം ദ്വീപസമൂഹങ്ങൾ ചേർന്ന ഒരു ദ്വീപസമൂഹമാണ്. ഈ 14ഓളം ദ്വീപസമൂഹങ്ങൾ ഒരു കാലത്ത് സൗത്ത് അമേരിക്കൻ കോണ്ടിനെൻറ്റിൻ്റെ ഭാഗമായിരുന്നു. പിന്നീട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് തിയറി പ്രകാരം സൗത്ത് അമേരിക്കൻ കോണ്ടിനെൻറ്റിൽ നിന്നും പൊട്ടിപ്പൊളിഞ്ഞ് കടലിലൂടെ തെന്നി നീങ്ങി അകന്നു പോയ ദ്വീപസമൂഹങ്ങളാണ് ഗാലപ്പാഗോസ് ഐലൻഡ്. ആ സമയത്ത് സൗത്ത് അമേരിക്കൻ കോണ്ടിനെൻറ്റിൽ നിന്ന് കുറേ ഓർഗാനിസംസ് ഗാലപ്പാഗോസ് ഐലൻഡിലെ ദ്വീപസമൂഹങ്ങളിലേക്ക് പെട്ടുപോയി എന്നാണ് പറയപ്പെടുന്നത്. നേരത്തെ സൗത്ത് അമേരിക്കയിലെ ജീവജാലങ്ങളും ഗാലപ്പാഗോസ് ഐലൻഡിലെ ജീവജാലങ്ങളും ഒന്നാകെ ജീവിച്ചിരുന്നു. പിന്നീട് അവ പൊട്ടിപ്പൊളിഞ്ഞ് അടർന്ന് മാറിയപ്പോൾ
സൗത്ത് അമേരിക്കയിൽ നിന്ന് കുറേ ജീവജാലങ്ങൾ കടലിലൂടെ ഈ പിന്നെ ഗാലപ്പാഗോസ് ദ്വീപസമൂഹങ്ങളിലൂടെ അങ്ങ് ദൂരെ പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഗാലപ്പാഗോസിൽ ഇന്ന് കാണുന്ന അനിമൽസിൻ്റെ എല്ലാം ആൻസിസ്റ്റേഴ്സ് എവിടെയുള്ളത്? സൗത്ത് അമേരിക്കയിലുള്ളത്. അങ്ങനെ ഒരു നല്ല എക്സാമ്പിളാണ് ഡാർവിൻ്റെ ഫിഞ്ചസ് എന്ന് പോപ്പുലറായി അറിയപ്പെടുന്ന കുരുവികൾ, ഡാർവിൻ്റെ കുരുവികൾ. ഈ ഡാർവിൻ്റെ കുരുവികൾ ഗാലപ്പാഗോസ് ഐലൻഡിൽ 14 ദ്വീപസമൂഹങ്ങളിൽ 14 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിഞ്ചസുകളുണ്ട്. ഈ ഫിഞ്ചസ് എന്ന് പറഞ്ഞാൽ കുരുവികൾ, ഇവയുടെയൊക്കെ ആൻസിസ്റ്റർ ശരിക്കും അവിടെ പൂർവികർ എവിടെയാണ് കിടക്കുന്നത്? സൗത്ത് അമേരിക്കയിലാണ്. അപ്പോൾ ഡാർവിൻ സൗത്ത് അമേരിക്കയിൽ പോയി പിന്നീട് ഗാലപ്പാഗോസ് ഐലൻഡിൽ പോയപ്പോൾ അദ്ദേഹത്തിന് കുറേ കാഴ്ചകൾ കാണാൻ വേണ്ടി പറ്റി, കുറേ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി പറ്റി. അപ്പോൾ സൗത്ത് അമേരിക്കൻ കാടുകളിൽ കണ്ടുവന്ന പ്രദേശത്ത് കണ്ടുവന്ന അതേ കുരുവികൾ ഗാലപ്പാഗോസ് ഐലൻഡിൽ എത്തിയപ്പോഴേക്കും അവയുടെ കൊക്കുകളിലും ആഹാര രീതിയിലും ചെറിയ വ്യത്യാസങ്ങൾ വന്ന് മാറി എന്നാണ് പറയപ്പെടുന്നത്. കാരണം അവിടേക്ക് കാലാവസ്ഥയും ആഹാര രീതിയും വ്യത്യസ്തമാവാൻ കാരണം അവിടുത്തെ കാലാവസ്ഥയും ആഹാരത്തിൻ്റെ അവൈലബിലിറ്റിയും ഡിഫറെൻ്റ് ആയതുകൊണ്ടാണ്. ഓക്കെ, അതുപോലെ തന്നെ ഡാർവിൻ ഫിഞ്ചസ് പോലെ തന്നെ മറ്റൊരു എക്സാമ്പിളാണ് ഓസ്ട്രേലിയൻ മാർസുപ്പിയൽ റേഡിയേഷൻ എന്ന് പറയും. ഓസ്ട്രേലിയൻ മാർസുപ്പിയൽസ് എന്ന് പറഞ്ഞാൽ സഞ്ചിമൃഗങ്ങൾ. അപ്പം മാർസുപ്പിയൽസ് ശരിക്കും ഓസ്ട്രേലിയയിൽ കാണാം, അതുപോലെ തന്നെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളും കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഓസ്ട്രേലിയയിൽ മാർസുപ്പിയൽസ് ജീവിക്കാൻ വേണ്ടിയിട്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും മാറ്റപ്പെട്ടു എന്നാണ് പറയുന്നത്. അവയുടെ പൂർവികൻ ഓസ്ട്രേലിയയിലാണ് കിടക്കുന്നതെങ്കിൽ പോലും അവ ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളും വ്യത്യസ്ത രീതിയിൽ കാണാൻ വേണ്ടി പറ്റും. കങ്കാരു എന്ന് പറയുന്നത് മാത്രമല്ല മാർസുപ്പിയൽസ്, സഞ്ചിമൃഗങ്ങൾ, ലോകത്ത് ഒരുപാട് സഞ്ചിമൃഗങ്ങളുടെ മാർസുപ്പിയൽസ് ഉണ്ട്. ദാറ്റ് ഈസ് അനദർ എക്സാമ്പിൾ ഓഫ് അഡാപ്റ്റീവ് റേഡിയേഷൻ. അപ്പോൾ അഡാപ്റ്റീവ് റേഡിയേഷൻ എന്താണെന്ന് പഠിക്കണം, 2 എക്സാമ്പിൾസ് പഠിക്കണം. ഡാർവിൻസ് ഫിഞ്ചസ് ഒരു എക്സാമ്പിൾ, ഓസ്ട്രേലിയൻ മാർസുപ്പിയൽസ് മറ്റൊരു എക്സാമ്പിൾ. മറ്റൊന്നാണ് പ്ലാസെൻ്റൽ മാമൽസ് ഇൻ ഓസ്ട്രേലിയ. പ്ലാസെൻ്റൽ മാമൽസ് ഇൻ ഓസ്ട്രേലിയ, ഓസ്ട്രേലിയയിൽ കാണുന്ന കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന മാമൽസ് മറ്റൊരു എക്സാമ്പിൾസാണ്. ഓക്കെ, നിങ്ങൾക്കിവിടെ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി കാണാൻ വേണ്ടി പറ്റും. വെൻ മോർ ദാൻ വൺ അഡാപ്റ്റീവ് റേഡിയേഷൻ ഈസ് appeared in an isolated geographical area, it is called convergent evolution. When more than one adaptive radiation is appeared in an isolated geographical area, it result in convergent evolution. Convergent evolution നല്ല എക്സാമ്പിൾ ഓസ്ട്രേലിയൻ മാർസുപ്പിയൽസും പ്ലാസെൻ്റൽ മാമൽസുമാണ്. ഒരേ പ്രദേശത്ത് തന്നെ ഒന്നിൽ കൂടുതൽ അഡാപ്റ്റീവ് റേഡിയേഷൻ കാണുകയാണെങ്കിൽ